ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താന്ന് വെച്ചാൽ ഒരു യാത്രയാണ്. ഞാൻ കുറെ കാലമായി യാത്രയൊക്കെ പോയിട്ട് അതുപോലെ ആശുപത്രിയിലൊക്കെ പോകുന്നതേ ഉള്ളായിരുന്നു കേട്ടോ. എനിക്ക് യാത്രയിലൊക്കെ ഇപ്പൊ വയ്യാത്തോണ്ട് അതെനിക്ക് ഭയങ്കര മടിയായി ഇപ്പൊ ഒരു യാത്രയൊക്കെ പോകാനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ തമ്പും ശങ്കരനും ഒക്കെ വന്നത് കൊണ്ട് ഇന്ന് അവർക്കൊരു നിർബന്ധം എന്നെയും കൂടെ കൊണ്ടുപോകണം ഒരു യാത്ര പോകുന്നതിന്. അവര് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒരു യാത്ര പോവുകയാണ്. അത് യാത്ര ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഇവിടുന്ന് തന്നെ പൊതിച്ചോറ് കെട്ടിയാണ് കൊണ്ടുപോകുന്നത്. ശങ്കരനും തമ്പൂനും ഒക്കെ ഞങ്ങൾ പ്രത്യേകം പൊതിച്ചോറ് കെട്ടുന്നു. ഓരോരുത്തർക്ക് എരിവൊക്കെ നോക്കിയാണ് നമ്മൾ. അപ്പൊ നമുക്ക് ആ പൊതിച്ചോറ് എങ്ങനെ കെട്ടുന്നത് നമുക്ക് ഒരു കാര്യമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോണ ഒരു ട്രിപ്പ് അല്ലെ, ഒരു വൺ ഡേ ട്രിപ്പാണ്. നമ്മുടെ കുഞ്ഞൊരു യാത്രയാണ്, ചെറിയൊരു യാത്ര. ആ യാത്രയിലെ വിശേഷങ്ങൾ കാണാം. അപ്പൊ ആദ്യം നമുക്ക് നമ്മളുടെ പൊതിച്ചോറിന്റെ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണാം അല്ലെ. പൊതിച്ചോറിനായിട്ട് നമ്മൾ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോന്നോരോ നമുക്ക് ഇടുമ്പോ കാണാം അല്ലെ. അമ്പാടി ഇത് ആറിന്റെ പൊതി അമ്മ കിട്ടുന്നേ? ഓ, നിനക്കും തമ്പൂനുള്ള പൊതിയാണോ കിട്ടുന്നത്? ഓ, വേറെ ആർക്കും വേണ്ട, നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം മതി പൊതി അല്ലേ. ഞങ്ങളൊന്നും ഈ വീട്ടിലെ ആൾക്കാരല്ലേടാ അമ്പാടി. ശങ്കര, ഞങ്ങളൊന്നും വീട്ടിലെ ആൾക്കാരല്ല, ഞങ്ങൾക്കൊന്നും ഒന്നും വേണ്ടേ. ആ പിന്നെ ഇത് മാമനാണ്. ഇത് അത് മതി. എനിക്കാണോ എടുക്കണേ? ഓക്കെ, എടുക്കാം, നിനക്ക് എടുക്കാം. ഇവിടെ എല്ലാരും പൊതിച്ചോറ് കെട്ടുന്നത് നോക്കി നിൽക്കുവാണ്. അപ്പൊ നമ്മൾ ഈ പൊതിച്ചോറിനകത്ത് എന്തൊക്കെയാണുള്ളത് നമുക്കൊന്ന് കാണാം. പൊതിച്ചോറിനകത്ത് ആദ്യം നമ്മൾ ചമ്മന്തി. പൊതിച്ചോറിൽ ഒരു പ്രധാന സാധനം ചമ്മന്തി അല്ലേ. ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുളകും തേങ്ങായും പ്രത്യേക ചമ്മന്തി അല്ലേ. ഇത് കാവ്യ ഉണ്ടാക്കിയ ചമ്മന്തിയാണ്. ഇത് ഉള്ളിയൊക്കെ പ്രത്യേക രീതി വഴറ്റി ഉണ്ടാക്കിയ ചമ്മന്തി. ആ ചമ്മന്തി നമുക്ക് പിന്നീട് ദിവസം കാണിക്കാം അല്ലേ. മതി ചമ്മന്തി. പിന്നെ നമ്മുടെ പ്രധാന സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഷ്ണം മുട്ട. ഓക്കെ, പിന്നെ ഇതെന്താന്ന് മനസ്സിലായോ? നമ്മുടെ കറിമാങ്ങ അല്ലെ, കറിമാങ്ങ അച്ചാറ്. പിന്നെ നമ്മളിത് നമുക്കുള്ള സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ ചിക്കൻ ആണ് കേട്ടോ. ചിക്കൻ ഫ്രൈ. അപ്പൊ 2 കുഞ്ഞു പീസ് ചിക്കൻ വെച്ചിട്ടുണ്ട്. എനിക്ക് വലിയ പീസ് വെച്ച ഇവന്മാര് വഴക്കുണ്ടാക്കും, അതുകൊണ്ട് എനിക്ക് കുഞ്ഞു പീസ് ചിക്കനെ വെച്ചേക്കണം അല്ലേ. അപ്പൊ നമ്മള് ഉരുളനും സവോളയും കൂടെ അതെ, അതുകൂടെ കാണിക്കട്ടെ. ഇത് ഉരുളനും സവോളയും കൂടെ ഇട്ടിട്ടുള്ള പ്രത്യേക ഈസി മെഴുക്കുവരട്ടിയാണേ. ഓക്കെ, അപ്പൊ അത് കിട്ടും. അപ്പൊ ഇത്രയും സാധനം ഉള്ളൂ നമ്മുടെ പൊതിച്ചോറിൽ. ഇത് നമ്മള് നമ്മുടെ യാത്രയുടെ ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊതിച്ചോറാണ്. ഇത് നമ്മൾ വളരെ സ്പീഡിൽ ഉണ്ടാക്കിയത് കേട്ടോ. ഇതേ ഇരിക്കുന്ന സാധനം എന്താണെന്നറിയത്? ഇത് ശങ്കരന് മുളകിടാണ്ട് ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈ ആണ്, മുറിച്ചു വെച്ചേക്കണ. നിനക്ക് ബിഗ് പീസ് അല്ലേ. നീ ബിഗ് ബോയ് അല്ലേ നീ? ആണോ? പല്ല് കാണിക്കാതെ. തമ്പുരിന്റെ പല്ലൊന്ന് കാണിച്ച തമ്പു, ഒന്ന് കാണിക്കു തമ്പു പ്ലീസ്. തമ്പു പ്ലീസ്. തമ്പുപ്പൊതിയാണോ കേട്ടോ അടുത്ത കേട്ടോ. തമ്പുവിന്റെ പൊതി ഒന്ന് കാണാവേ. തമ്പുവിന് എന്തോരം ചോറ് വേണം നോക്കട്ടെ. അതെന്നാ നിനക്ക് തിന്നാ എന്നാ കുഴപ്പം? ആണോ? എടാ കിഴങ്ങ് യുവർ ഫേവറേറ്റ് കിഴങ്ങ്. ഷോ, എന്റെ പൊന്ന്. അപ്പൊ പിന്നെ എന്നെ ഇതിനകത്ത് നിന്റെ പൊതിയിൽ വെക്കുന്നത്? മുട്ട വേണോ? സ്മോൾ പീസ് മുട്ട. ചമ്മന്തി വേണോ? ബിഗ് പീസ് ചിക്കൻ. കിഴങ്ങെടുത്ത് മാറ്റാൻ. ചമ്മന്തി വേണോ? ചമ്മന്തി വെക്കണോ? അച്ചാർ വേണോ? മാങ്ങാച്ചാർ നിന്റെ ഫേവറേറ്റ് വേണോ? പനീർ കൂടോ? ആണോ? അപ്പൊ നോക്കിയേ, ഒന്നുമില്ലാത്തൊരു പൊതി. വേറെ കാര്യമുണ്ട് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശക്കുവാന്ന് പറഞ്ഞാല് ഞാനൊന്നും വാങ്ങിച്ചു തരത്തില്ല കേട്ടോ. കേട്ടോ പറഞ്ഞേ? പിന്നെ അപ്പൊ ഞങ്ങളുടെ യാത്രയിൽ നമ്മൾ ആദ്യത്തെ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ വല്ലാർപാടത്താണ് നമ്മൾ വന്നത്. തമ്പു എവിടെ? തമ്പുനെ കാണും.
എറണാകുളത്തു നിന്ന് ഞങ്ങൾ ആദ്യം വന്നത് വല്ലാർപാടം പള്ളിയിലാണ്. വല്ലാർപാടം പള്ളി ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പൊ തമ്പുവിനെയും ശങ്കരനെയും ഒക്കെ അതൊക്കെ കാണിച്ചു, അവരെ കൊണ്ട് മിറ്റം അടുപ്പിച്ചു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കാഴ്ചകൾ കണ്ടു ഇങ്ങനെ നടക്കുവാണ്. അപ്പൊ ഇനി ഞങ്ങള് കുറച്ചേരം കൂടെ ഒക്കെ ഇവിടെ നിൽക്കും ഞങ്ങള്. ഇവിടെ നമ്മൾ പിന്നെ എറണാകുളത്തേക്ക് പോകുന്നു, പാർക്കിൽ പോകുന്നു അല്ലേ? അപ്പൊ തമ്പൂനും ശങ്കരനും കാവ്യയ്ക്കും ഒക്കെ ഇവിടെ പള്ളിയിൽ വരണം എന്നൊക്കെ ഉള്ള ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്ന് വല്ലാർപാടത്ത്. ഒട്ടകത്തിന് മുകളിൽ ഇതെന്തിന്റെ മണ്ടാല ശങ്കരൻ ഇരിക്കണേ? ആട് ആട് ഇതെന്നെ ഇത് ആടാന്ന് പറയടാ. വള്ളത്തിൽ കയറണോ പാടിക്ക്? ഞങ്ങളിത് വല്ലാർപാടത്തു നിന്ന് നേരെ വന്ന് സുഭാഷ് പാർക്കിലോട്ടാണ് വന്നത്. ഈ എറണാകുളത്തുള്ളവരൊക്കെ ഭാഗ്യവാന്മാരാകട്ടെ. അവർക്ക് 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ വന്നിരുന്ന് കാറ്റും കൊണ്ട് ആൾക്കാരെയൊക്കെ കണ്ട് നല്ലൊരു സമാധാനവും ഒരു തണുപ്പും ഒക്കെ ഉണ്ട് ഇവിടെ.